ഇന്ന് വീഡിയോ ഒന്നും ഇല്ല. ഇത് മടിക്കേരി KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡ് അടുത്തേക്ക് ഇങ്ങനെ വെറുതെ വന്ന ഒരു ചങ്ങായിനെ പിക്കാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ വെറുതെ ഇതൊന്ന് എടുത്തൊരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇടാനായി തോന്നി. അതുകൊണ്ട് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബിൽഡിങ്, KSRTC ബസ് സ്റ്റാൻഡ് ബിൽഡിങ്. ഒരു ഫ്രണ്ട് വരുന്നത്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നേ ഉള്ള. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് റോഡ് എൻട്രി എക്സിറ്റിലാണ് ഞാൻ ഉള്ളത്. ആടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞെങ്കിൽ ഹോട്ടൽ ഏരിയ, അൽ വസൽ ഇൻ്റർനാഷണൽ ഹോട്ടൽ, പിന്നെ റഹിംബോ ഫുഡ് റെസ്റ്റോറൻറ്റ്, ഉടുപ്പി അംബിക റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ പല റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഇത് മുകളിലേക്ക് ടൗണിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്. അപ്പോൾ ഇതാണ് എക്സിറ്റ് എൻട്രി ബസ് സ്റ്റാൻഡിൻ്റെ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ എടുക്കാൻ തോന്നി. നൈറ്റിൻ്റെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഫിഷ് കറി മീൽസ്, സമുദ്ര ഹോട്ടൽ, പിന്നെ അക്ഷയ റെസ്റ്റോറൻറ്റ് എല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള. അതിൻ്റെ അടുത്ത് തന്നെ ശ്രീ വിനായക ലോഡ്ജ് ഉണ്ട്, ശ്രീ ലോഡ്ജ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ. ഞാൻ ബസ് സ്റ്റാൻഡ് പോയിട്ട് കാണിക്കാം. ബസ് ഇപ്പോൾ കുറവ്. ഒരു എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ പോകുന്ന ഒരു ബസ് നിന്നിട്ടുണ്ട്. 8:30 മണിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിലൊക്കെ വിടും ഈ ബസ്. ഇത് ഫ്ലൈ ബസ്, എയർപോർട്ട് ബസ്. ബാംഗ്ലൂർ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ പോകുന്ന ബസ്സാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫിഷ് ലാൻഡ് ഹോട്ടൽ കാണാം, പിന്നെ ഹോട്ടൽ ദോഹ കിങ്. ഇത് ബസ് സ്റ്റാൻഡ് ഉള്ളിൽ. ഇതാണ് മടിക്കേരി KSRTC ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഷോപ്പ് അത് ഇതെല്ലാം ഉണ്ട്. ഇതാണ് ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്. ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ഇടുന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ബസ്. ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. പറഞ്ഞുത്തരം ഞാനിപ്പോൾ ഒരു ഹൈദരാബാദ് ബസ്സിൽ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ദോഹ കിങ്. ആ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നേ ഉള്ളത്. ബസ് സ്റ്റാൻഡ് ഉള്ളോട്ട് ഞാൻ കയറിയിട്ടില്ല, ഞാൻ പുറമെ തന്നെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ബസ് സ്റ്റാൻഡിൻ്റെ. അത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഓക്കെ ബായ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുള്ള ബസ് വരുന്നേ ഉണ്ട് ഹൈദരാബാദ്. ഈ ബസ്സിലാണ് എൻ്റെ ഫ്രണ്ട് വരുന്നേ ഉള്ളത്. ആ ബസ് വന്ന് ബസ്സൊന്ന് അഡ്ഡം കിട്ടുന്നതാണ്. ഞാൻ ഈ ബസ്സിനാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓനെ ബസ്സിന്ന് പിക്കാക്കിയിട്ട് ഇൻഷാ അല്ലാ നാളെ കാണാം. ഓക്കെ. ഞാൻ വിചാരിച്ചിനെ ഓനെ കാണുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണമെന്ന്. അപ്പോൾ ഇവിടെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തുന്ന കാണാൻ. അയ്യോ, വീണ്ടും ബസ്സിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് അറിയില്ല. ഗ്യാപ്പില്ല. എനിക്ക് കോൾ ചെയ്യുന്നതായിട്ടുണ്ടാവുമോ? ഇതേ ആളാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബൈ ഗൈസ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ബൈ.